സർ ബിനീഷ് കോടിയേരിയും വീണ വിജയനും രണ്ടുപേരും പാർട്ടിക്ക് അത്രയും വേണ്ടപ്പെട്ട ആളുകളുടെ മക്കളാണ്. പക്ഷെ ഇരുവരും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഇരുവരും വളരെ പ്രതിസന്ധി നിറഞ്ഞ കേസുകളും പ്രശ്നങ്ങളും ഒക്കെ അഭിമുഖീകരിച്ചയാളും അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നയാളുമാണ്. പക്ഷെ ഇവർ തമ്മിലുള്ള അന്തരം എന്ന് പറയുന്നത് പാർട്ടിക്കകത്ത് തന്നെയാണ്. ബിനീഷ് കോടിയേരി മയക്കുമരുന്ന് കേസിൽ പിടിയിലാകുന്ന സമയത്ത് അല്ലെങ്കിൽ അദ്ദേഹം കൂടുതൽ പ്രതിസന്ധിയിലാകുന്ന സമയത്തൊക്കെ കോടിയേരി ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിരുന്നത് കേസ് വീട്ടിൽ നിന്ന് നോക്കിക്കോളാം എന്നുള്ളതായിരുന്നു. പക്ഷെ അതിന് പിന്നാലെയാണ് അദ്ദേഹം ഈ സംസ്ഥാന സെക്രട്ടറി എന്നുള്ള സ്ഥാനം പോലും രാജിവെച്ചൊഴിഞ്ഞത്. പക്ഷെ വീണ വിജയന്റെ കാര്യത്തിൽ നേരെ തിരിച്ചാണ്, നേരെ മറിച്ചൊരവസ്ഥയാണ് നമ്മൾ കാണുന്നത്. വീണ വിജയനെതിരായി അല്ലെങ്കിൽ CMRL ഒരു റെയ്ഡ് നടക്കുന്നു എന്ന് കണ്ടപ്പോൾ തന്നെ നമ്മൾ കണ്ടതാണ് പാർട്ടി ഏത് വിധത്തിൽ ഇടപെട്ടു എന്നുള്ളത്. പാർട്ടിക്ക് ഒരുപോലെ വേണ്ടപ്പെട്ട രണ്ട് നേതാക്കൾ എന്ന് പാർട്ടി പറയുമ്പോഴും പാർട്ടി തന്നെ അന്തരം കാണിക്കുന്നു, അല്ലെങ്കിൽ വലിയൊരു പാർഷ്വാലിറ്റി കാണിക്കുന്നു എന്ന രീതിയിൽ ചിലരെങ്കിലും അഭിപ്രായപ്പെടുന്നുണ്ട്. ഇത് എത്രത്തോളം ശരിയാണ്? ബിനീഷ് കോടിയേരിക്കും വീണ വിജയനും പാർട്ടിക്കകത്ത് രണ്ട് ന്യായമാണ്. അതെ, എന്തു സംശയം അക്കാര്യത്തില്? പാർട്ടിക്കാർക്ക് ചിലപ്പോ സംശയം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇംഗ്ലീഷ് ഒരു പഴഞ്ചൊല്ലുണ്ട്, ഓൾ ആർ ഈക്വൽ ബട്ട് സം ആർ മോർ ഈക്വൽ. എല്ലാവരും തുല്യരാണ്, പക്ഷെ ചിലർ കൂടുതൽ തുല്യരാണ്. ഈ കൂടുതൽ തുല്യരായിട്ടുള്ള ആൾക്കാരുടെ ഗണത്തിൽപ്പെട്ട ആളാണ് വീണ വിജയൻ എന്ന മുൻ മുഖ്യമന്ത്രിയുടെ, ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവിൻ്റെ മകൾ. ഉൾപ്പെട്ട കേസ് സാമ്പത്തിക തട്ടിപ്പ് അല്ലെങ്കിൽ അഴിമതി എന്ന് പറയാവുന്ന കേസ്. SFIO കുറ്റപത്രത്തിലെ 11-ാം പ്രതി, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് കണ്ടെത്തിയിട്ടുള്ള ഒരു അഴിമതി. തുടർ അന്വേഷണം നടത്തുന്നത് ED. അന്വേഷണത്തിന്റെ ഭാഗമായി സാധാരണ സെർച്ചുകൾ നടത്തും, രേഖകൾ പിടിച്ചെടുക്കും. അങ്ങനെ വന്ന ED സംഘത്തെ പാർട്ടിക്കാർ ആക്രമിച്ചു, അതിന്റെ വാഹനം തല്ലിത്തകർത്തു. സംസ്ഥാനത്തൊട്ടാകെ വലിയ പ്രതിഷേധ റാലികൾ നടത്തി. അങ്ങനെ അതിന് പിണറായി വിജയൻ ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം ഔദ്യോഗികമായി അതേക്കുറിച്ച് വിശദീകരിക്കാൻ ഒരു പത്രസമ്മേളനവും നടത്താതിരുന്ന പിണറായി വിജയൻ ഔദ്യോഗിക വസതി, ഇപ്പൊ വാടക വീടിന്റെ പുറത്ത് വന്നിട്ട് മുഷ്ടി ചുരുട്ടി ആൾക്കാരെ അഭിസംബോധന ചെയ്തു. പക്ഷെ ഇന്ന് അദ്ദേഹം നടത്തിയ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തെക്കുറിച്ചുള്ള പ്രതികരണത്തിന്റെ ഭാഗമായി നടത്തിയ പത്രസമ്മേളനത്തിൽ പത്രക്കാർ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, മകളെ ചോദ്യം ചെയ്തു, മകളുടെ ഒരു അക്കൗണ്ട് ഫ്രീസ് ചെയ്തിട്ടുണ്ട്, എന്നെ ചോദ്യം ചെയ്തതായി കണ്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞ വാക്യം. അപ്പൊ അദ്ദേഹം കേസിൽ പ്രതിയല്ല, അദ്ദേഹത്തെ ED ചോദ്യം ചെയ്തില്ല, ഭേദ്യം ചെയ്തില്ല. അങ്ങനെ സഖാക്കന്മാരൊക്കെ ആരോപിക്കുന്നുണ്ട്, ലോകമഹായുദ്ധം ഉണ്ടാകുന്ന പ്രതീതിയാണ് ഉണ്ടാക്കിയിരുന്നത്. പക്ഷെ പാർട്ടി എന്തിനു വേണ്ടി വീണ വിജയന് ഓശാരം പാടാൻ രംഗത്തെത്തി ഇത്രയും അതിക്രമങ്ങൾ നടത്തി എന്നതിൻ്റെ ഉത്തരം വളരെ വിചിത്രമാണ്. അത് വീണ വിജയന്റെ അച്ഛൻ പാർട്ടിക്കാരനാണ്, അല്ലെങ്കിൽ കേരളത്തിലെ പാർട്ടി സമം വീണ വിജയന്റെ അച്ഛൻ പിണറായി വിജയൻ എന്നാണ് അർത്ഥം. ഉത്തരം വളരെ ലളിതമാണ്. ഈ വീണ വിജയൻ പാർട്ടി അംഗമാണോ? അംഗമല്ല. പാർട്ടിയോട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഒരു ബന്ധവും ഇല്ല. പിന്നെന്തിനാണ് പാർട്ടി വീണ വിജയന് വേണ്ടി ഇത്രയും പ്രശ്നമുണ്ടാക്കുന്നത്? ഉത്തരം ആർക്കും അറിയില്ല. പക്ഷെ പിണറായി വിജയൻ അറിയാം. കാര്യം എൻ്റെ മകളാണ്, അതുകൊണ്ട് പാർട്ടി എന്നോടൊപ്പം നിൽക്കണം, കാര്യം ഞാനാകുന്നു കേരളത്തിലെ പാർട്ടി. അപ്പോൾ ബിനീഷ് കൊടിയേരിയുടെ കാര്യമോ? ബിനീഷ് കൊടിയേരിയെ 2020 ഒക്ടോബർ 29-ാം തീയതിയാണ് ED മയക്കുമരുന്ന് കേസിൽ, ആരോപിക്കപ്പെട്ട കേസിൽ അറസ്റ്റ് ചെയ്യുന്നത്. കർണാടകത്തിലെ പരപ്പന അഗ്രഹാര സെൻട്രൽ ജയിലിൽ 364 ദിവസമാണ് ബിനീഷ് കൊടിയേരി കഴിഞ്ഞത്. അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ ബിനീഷ് കൊടിയേരിയുടെ അച്ഛൻ കോടിയേരി ബാലകൃഷ്ണൻ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. അന്ന് പിണറായി വിജയൻ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തോട് പത്രക്കാർ ചോദിച്ചപ്പോൾ സർക്കാർ ഇക്കാര്യത്തിൽ പ്രതികരിക്കേണ്ട വിഷയമല്ല, കാര്യങ്ങൾ അന്വേഷണ ഏജൻസി അന്വേഷിക്കും, നിയമവിരുദ്ധമായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ നടപടി എടുത്തുകൊള്ളും എന്നാണ് മുഖ്യമന്ത്രി പ്രതികരിച്ചത്. പിണറായി വിജയന്റെ പ്രതികരണം അങ്ങനെ ആയതുകൊണ്ടാകാം പാർട്ടി അക്കാര്യത്തിൽ പൂർണ്ണമായും ബിനീഷ് കൊടിയേരിയെ കൈയൊഴിഞ്ഞു. പക്ഷെ അതിൽ വളരെ പ്രശംസനീയമായ നിലപാടെടുത്തത്, മകനാണ് എന്നുള്ള ദൗർബല്യം പോലും ഈ നിലപാടെടുക്കുമ്പോൾ
കോടിയേരി ബാലകൃഷ്ണൻ അദ്ദേഹം അസുഖബാധിതനായിരുന്നു. അർബുദ രോഗ ചികിത്സ നടക്കുന്ന സമയത്താണ് ഈ അറസ്റ്റ് ഉണ്ടാകുന്നത്. പക്ഷേ കോടിയേരി ബാലകൃഷ്ണൻ വളരെ സ്റ്റേൺ ആയിട്ടുള്ള നിലപാടാണ് എടുത്തത്. മകൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അന്വേഷണം നേരിടണം, ഇത് അവൻ ശിക്ഷിക്കപ്പെടേണ്ടതാണെങ്കിൽ അതങ്ങനെ തന്നെ സംഭവിക്കട്ടെ, അവനെ ഇക്കാര്യത്തിൽ ആരും സംരക്ഷിക്കില്ല എന്ന കടുത്ത നിലപാട് അദ്ദേഹം എടുക്കുകയും ഈ പ്രശ്നം കാരണം പാർട്ടിക്ക് എന്തെങ്കിലും അപമതിപ്പ് ഉണ്ടാകും എന്ന് ഭയന്ന് അദ്ദേഹം പാർട്ടി സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് നിന്നും ആരോഗ്യപരമായ കാരണങ്ങൾ പറഞ്ഞാണ് അദ്ദേഹം മാറി നിന്നത്. എങ്കിലും അങ്ങനെ ആയിരുന്നില്ല. അദ്ദേഹം മാറി നിൽക്കുകയും പകരം വിജയരാഘവനെ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ ചുമതല ഏൽപ്പിക്കുകയും ചെയ്ത ചരിത്രം നമ്മുടെ കയ്യിലുണ്ട്. അതിനുശേഷം ഒരു കോൺഗ്രസ് നേതാവ് എവിടെയോ എഴുതിയത് ഞാൻ വായിച്ചത് ഇപ്പോൾ പറയേണ്ട സമയമാണ്. അത് അറസ്റ്റ് ചെയ്യപ്പെട്ട് ഏതാണ്ട് 6-7 മാസത്തിന് ശേഷം സിദ്ധരാമയ്യ സർക്കാർ, കോൺഗ്രസിന്റെ സർക്കാരാണ് കർണാടകത്തിൽ വരുന്നത്. ആ സമയത്ത് എല്ലാ രാഷ്ട്രീയക്കാരും തമ്മിൽ നല്ല ബന്ധമുണ്ട്, നമുക്കറിയാം, വ്യക്തിബന്ധങ്ങളുണ്ട്. ഈ അഗ്രഹാര സെൻട്രൽ ജയിലിൽ നിന്ന് വേറെ ഏതെങ്കിലും ജയിലിലേക്ക് മാറ്റുകയോ അല്ലെങ്കിൽ കേരളത്തിൽ എത്തിക്കാനുള്ള ശ്രമം നടത്തുകയോ ചെയ്യാൻ അത് കർണാടക സർക്കാരിന്റെ സഹായം വേണം, ഞങ്ങൾ സഹായം ലഭ്യമാക്കാം എന്ന് പറഞ്ഞപ്പോൾ ഒരു നോ പറഞ്ഞു അത്രേ ബിനീഷ് കൊടിയേരിയുടെ അച്ഛൻ. മകനാണെന്നുള്ള ഒരു പരിഗണനയുമില്ലാതെ അവനോട് കിടക്കട്ടെ എന്ന കടുത്ത നിലപാടാണ് കോടിയേരി ബാലകൃഷ്ണൻ സ്വീകരിച്ചത്. അദ്ദേഹം 2022 ഒക്ടോബറിൽ മരിച്ചു. ക്യാൻസർ രോഗബാധിതനായി ചെന്നൈയിൽ വെച്ചാണ് മരിച്ചത്. മൃതദേഹം തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന്, അദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖല ദീർഘകാലം തിരുവനന്തപുരത്താണ്. സാധാരണഗതിയിൽ പാർട്ടി നേതാക്കന്മാർ മരിക്കുമ്പോൾ തിരുവനന്തപുരത്ത് കൊണ്ടുവരികയും വിലാപയാത്രയായി അതാത് സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോവുകയാണ് പതിവ്. നേരത്തെ EK നായനാർ മരിച്ചപ്പോൾ അങ്ങനെ സംഭവിച്ചു. ചടയൻ ഗോവിന്ദൻ, പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ചടയൻ ഗോവിന്ദൻ മരിച്ചപ്പോഴും തിരുവനന്തപുരത്ത് നിന്ന് ആയിരക്കണക്കിന് ആൾക്കാരുടെ ആദരാഞ്ജലികൾ ഏറ്റുവാങ്ങി വിലാപയാത്രയാണ് ആയി കണ്ണൂർ കൊണ്ടുപോയി രണ്ടുപേരുടെയും മൃതദേഹങ്ങൾ പയ്യാമ്പലം ബീച്ചിലാണ് സംസ്കരിച്ചത്. അങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞിരുന്നു, മരണക്കിടക്കയിൽ വെച്ച് പറഞ്ഞിരുന്നു എന്ന് പിന്നീട് 1-ാം ചരമവാർഷികത്തിൽ വിനോദിനി, കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യ, വെളിപ്പെടുത്തുകയും ഉണ്ടായി. പക്ഷെ അന്ന് എന്തായിരുന്നു പിണറായി വിജയന്റെ സമീപനം? പിണറായി വിജയൻ കൽപ്പിച്ചു. പാർട്ടിക്കകത്ത് തന്നെ അതിൽ വലിയ പ്രതിഷേധമുണ്ടായി എന്നാണ് പിന്നീട് പലരും വെളിപ്പെടുത്തിയിട്ടുള്ളത്. അത് KPCC അധ്യക്ഷനായിരുന്ന K. സുധാകരൻ പരസ്യ പ്രസ്താവന ഇറക്കുകയും ചെയ്തു ആ സംഭവത്തിൽ. പിണറായി വിജയന് ഒക്ടോബർ 4-ാം തീയതി വിദേശ പര്യടനത്തിന് പോകണമായിരുന്നു. അപ്പം തിരുവനന്തപുരത്തേക്ക് മൃതദേഹം കൊണ്ടുവന്ന് വിലാപയാത്രയായി അടുത്ത ദിവസം അവിടെ എത്തിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ വിദേശ യാത്ര മുടങ്ങും. അതുകൊണ്ട് പിണറായി വിജയൻ പറഞ്ഞു അത് നേരെ കണ്ണൂരിൽ കൊണ്ടുപോയി സംസ്കരിച്ചാൽ മതി എന്ന് പാർട്ടി തീരുമാനിച്ചു. അതിന് MV ഗോവിന്ദൻ പറഞ്ഞ ന്യായം, ഡോക്ടർമാർ പറഞ്ഞു അത്ര അർബുദ രോഗബാധിതനായി മരിച്ചതുകൊണ്ട് മൃതദേഹം ഒത്തിരി നേരം വെക്കാൻ പാടില്ല അത്ര. AKG മരിച്ച ശേഷം 2 ദിവസമാണ് ഇവിടുന്ന് തിരുവനന്തപുരത്ത് നിന്നും കണ്ണൂർ എത്താൻ സമയം എടുത്തത്. KSRTC ബസ്സിൽ ആണ് മൃതദേഹം കൊണ്ടുപോയത്. ആധുനിക സംവിധാനങ്ങളൊക്കെ ഉണ്ട്, എത്ര ദിവസം വേണമെങ്കിലും മൃതദേഹം വെക്കാമെന്ന് നമുക്കറിയാൻ പറ്റും. അപ്പൊ അന്ന് KPCC അധ്യക്ഷൻ വളരെ രൂക്ഷമായ ഭാഷയിൽ ഒരു പ്രസ്താവന ഇറക്കി. വൻകിട മുതലാളിമാർക്ക് വേണ്ടി ഉള്ള ചർച്ചയ്ക്ക് വേണ്ടിയാണ് പിണറായി വിജയൻ വിദേശത്ത് പോകുന്നത്, അത് മുടക്കാൻ അദ്ദേഹം തയ്യാറല്ല. ഈ സഖാവിന്റെ ആഗ്രഹം പോലും, അന്ത്യാഭിലാഷം പോലും നിറവേറ്റി കൊടുക്കാൻ പിണറായി വിജയൻ തയ്യാറായിരുന്നില്ല. അതിനുശേഷം ഈ കേസിൽ, മയക്കുമരുന്ന് കേസിൽ ബിനീഷ് കൊടിയേരി നിരപരാധിയാണെന്ന് കീഴ്ക്കോടതിയും പിന്നീട് അപ്പീലിൽ ഹൈക്കോടതിയുമൊക്കെ വിധിച്ചു. 2023-ൽ ബിനീഷ് കൊടിയേരി പൂർണ്ണമായും കുറ്റവിമുക്തനായി. പക്ഷെ പാർട്ടി അംഗത്വം ബിനീഷ് കൊടിയേരിക്ക് പാർട്ടി പുതുക്കി നൽകിയില്ല. കഴിഞ്ഞ ദിവസവും ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ 4 പ്രാവശ്യം അദ്ദേഹം അപേക്ഷിച്ചിട്ടും പാർട്ടി അംഗത്വം പുതുക്കി നൽകിയില്ല. ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ പറഞ്ഞത് പാർട്ടി അത് പരിശോധിക്കും എന്നാണ്. പക്ഷേ അപ്രതീക്ഷിതമായി കഴിഞ്ഞ ദിവസം ഈ വീണയുടെ കേസിൽ ED വരുന്നു. പാർട്ടിക്കാർ അവിടെ ഔദ്യോഗിക വസതിയും മുന്നിൽ EDയുടെ വാഹനം വളയുന്നു. അതിനൊക്കെ മുൻകൈ എടുത്തതും ഒക്കെ ബിനീഷിന്റെ സുഹൃത്തുക്കളാണ് എന്ന് മാധ്യമ വാർത്തകൾ ഉണ്ടായിരുന്ന ആ സീനിലൊക്കെ ബിനീഷ് കൊടിയേരിയെ വളരെ പ്രകടമായ അദ്ദേഹം അതിൽ ഇടപെടുന്നതായി കാണുന്നുണ്ട്. ഇപ്പോൾ
ബിനീഷിന്റെ ഒരു ആവശ്യം തനിക്കുണ്ട് എന്ന് ഇദ്ദേഹത്തിന് ബോധ്യം വന്നതുകൊണ്ടാണോ, പഴയ കാലത്തെ തന്റെ സമീപനം ശരിയല്ല, തന്റെ സഹപ്രവർത്തകനോടുള്ള സമീപനം ശരിയല്ല എന്നൊരു കുറ്റബോധം 81 വയസ്സിൽ ഇപ്പോൾ പിണറായി വിജയന് വന്നതുകൊണ്ടാണോ എന്നറിയില്ല, വളരെ അപ്രതീക്ഷിതമായി ഇദ്ദേഹം തന്നെ മുൻകൈ എടുത്തു ആണ് എന്നാണ് മാധ്യമ വാർത്തകൾ പറയുന്നത്. ബിനീഷ് കൊടിയേരിക്ക് പാർട്ടി അംഗത്വം കൊടുക്കാൻ തീരുമാനിച്ചു എന്നാണ് ഇപ്പോഴത്തെ വാർത്ത. അപ്പോൾ ഒരു തെറ്റുതിരുത്തലാണോ എന്നറിയില്ല. എന്തായാലും ബിനീഷ് Yes. കൊടിയേരിയുടെ പശ്ചാത്തലം എന്താണ് എന്ന് നാം പാർട്ടിക്കാർക്കെല്ലാം അറിയാം. അപ്പൊ കൂടെ ഇങ്ങനെ ഒരു തെരുവിലിറങ്ങി പ്രവർത്തിക്കുന്ന, ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു സംഘം തൻ്റെ കൂടെ വേണം. അതിന് പറ്റിയത് ബിനീഷ് കൊടിയേരിയാണ് എന്നുള്ള നിഗമനത്തിലാണോ, എന്നുള്ള ഗൂഢലക്ഷ്യത്തിലാണോ ഇദ്ദേഹം ബിനീഷ് കൊടിയേരിക്ക് പാർട്ടിയിലേക്കുള്ള വാതിൽ തുറന്നു കൊടുത്തത് എന്ന് സംശയിക്കേണ്ട സാഹചര്യമാണ്. എന്തായാലും കാരണഭൂതൻ എല്ലാം തീരുമാനിക്കുന്നു, എല്ലാം നിശ്ചയിക്കുന്നു, ബാക്കി അണികൾ അത് അനുസരിക്കുന്നു. വളരെ രസകരമാണ്. ഒരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ അപജയത്തിന് ഇതിൽ കൂടുതൽ എന്ത് ഉദാഹരണം വേണം? യെസ്, ഏതായാലും ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ അപജയത്തിന് ഇത്തരത്തിലുള്ള പാർഷ്വാലിറ്റികൾ അല്ലെങ്കിൽ ഇത്തരം വിവേചനങ്ങളൊക്കെ വലിയ രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നാണ് പ്രദീപ് സാർ പറയുന്നത്. സാർ പറഞ്ഞ് അവസാനിപ്പിച്ചതുപോലെ CPM-നകത്ത് തന്നെ ഇതൊരു പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കേണ്ട വിഷയമാണ് എന്ന് തോന്നുന്നു. ഒരു കാലത്ത് ബിനീഷ് കോടിയേരിക്ക് നൽകിയ അല്ലെങ്കിൽ ബിനോഷ് കോടിയേരിയോട് കാണിച്ച അത്തരത്തിലുള്ള പ്രശ്നങ്ങളും അല്ലെങ്കിൽ അത്തരത്തിൽ അഭിമുഖീകരിച്ച പ്രശ്നങ്ങളിൽ എടുത്ത നിലപാടും എന്തുകൊണ്ട് വീണ വിജയന്റെ കാര്യത്തിൽ കാണിക്കുന്നില്ല എന്നത് ഒരു ചോദ്യമാണ്. അങ്ങനെ ഒരു ചോദ്യം ഉയരാൻ കാരണം എന്ന് പറയുന്നത് പാർട്ടി പ്രവർത്തകർ ED റെയ്ഡിനിടെ ഉണ്ടാക്കിയ ഇത്രയും വലിയ പ്രതിഷേധം എന്തിനു വേണ്ടിയായിരുന്നു, ആർക്ക് വേണ്ടിയായിരുന്നു? അത് പിണറായി വിജയന് വേണ്ടിയായിരുന്നു എന്നാണെങ്കിൽ ED അദ്ദേഹത്തെ ക്രൂശിച്ചിട്ടില്ല, അദ്ദേഹത്തെ ചോദ്യം ചെയ്തിട്ടില്ല, അദ്ദേഹത്തെ കേസിലേക്ക് ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് പിണറായി വിജയൻ തന്നെ പറഞ്ഞ കാര്യമാണ്. അപ്പോൾ വീണ വിജയന് വേണ്ടി മാത്രമായിരുന്നു പാർട്ടി നടത്തിയ ഈ പ്രതിഷേധം എന്നതൊരു വലിയ ചോദ്യം തന്നെയാണ്. അത് പുനഃപരിശോധിക്കേണ്ടത് പാർട്ടി അണികളും പാർട്ടിയും തന്നെയാണ്. വ്യക്തമാണ്. താങ്ക് യു സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.